നമസ്കാരം, മെമ്മറീസിൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ യാത്ര ലക്ഷദ്വീപിലേക്കാണ്. അപ്പോൾ ഇതിൽ എൻട്രി എടുക്കുന്നത് നമ്മൾ ആ ഷിപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ സിദ്ധക്കൂട്ടനും കാച്ചിക്കൂട്ടനും ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സിദ്ധക്കൂട്ട ട്രിപ്പൊക്കെ? ഏയ് കാച്ചു. അങ്ങനെ കാച്ചുവിന് 5 രൂപയാണ് നമുക്ക് ഇതെടുക്കാൻ വേണ്ടിയിട്ടായത്. ബാഗുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആ ബോർഡിംഗ് പാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പുറത്ത് ഷിപ്പ് കിടപ്പുണ്ട്, അത് കാണിക്കാം. അപ്പോൾ നമ്മൾ പോകാനുള്ള ഷിപ്പ് ഇവിടെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ കാച്ചുകുട്ടനും സിത്തുകുട്ടനും അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ ബാഗുകളെല്ലാം ഇതിനകത്തുനിന്ന് ലോറിയിൽ കയറ്റി ശേഷം ഈ ബസ്സിൽ കയറിയാണ് നമ്മൾ ഷിപ്പിലോട്ട് പോകുന്നത്. ഷിപ്പ് വേറെ എവിടെ കണ്ടാണ് കിടക്കുന്നത്. ഷിപ്പ് എത്തിയടാ, നമ്മളെ ഷിപ്പ് എത്തി. ഇതാണ് നമ്മൾ പോണ ഷിപ്പ്. വിജയകരമായി ഫസ്റ്റ് തവണത്തെ ബാഗ് കൊണ്ടുവച്ചിട്ട് ലാസി തിരിച്ചു വരികയാണ്. അങ്ങനെ രണ്ടാമത്തെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കണം. ഒരു 3 ദിവസത്തെ ട്രിപ്പിന് 10 ജോഡി ഡ്രസ്സും എടുത്ത് അതൊക്കെ കയറി ചാട്. അങ്ങനെ ഷിപ്പ് AC ആണ്. ഷിപ്പിനകത്ത് അടുത്ത ഡൗൺ വേഡ് ഇറങ്ങണം. ഇതിലേക്കാണ് നമ്മൾ കയറിയത്. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ മുകളിൽ കാണാൻ പോവുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ കംപ്ലീറ്റ് സ്റ്റെപ്പ്. പോട്ട് ഹായ് 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 പറ, ഹായ് പറ. കൊള്ളാമോടാ കാച്ചുകൂട്ടാ. അങ്ങനെ നമ്മളെ കപ്പലിൽ നിന്നൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ചുരിദാറിട്ട സന എന്ന് പറയുന്ന കുട്ടിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് നമ്മൾ ഷമീന് വേണ്ടിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് മുറിക്കാണ് നമ്മൾ പോകുന്നത്. തുടങ്ങല്ലേ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ടു യു. വെഡിങ് ആനിവേഴ്സറി. ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നുണ്ട്, അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആണത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാൻറ്റീൻ വന്നിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് വന്ന് ബില്ലടിക്കും. ബില്ലടിച്ചതിന് ശേഷം പൈസ കൊടുക്കുക. ഗൂഗിൾ പേ ഇല്ല, പൈസ കൊടുക്കണം. പൈസ കൊടുത്തതിന് ശേഷം ഫുഡ് വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കുന്ന സെറ്റപ്പാണ്. ജ്യൂസ് എങ്ങനെയുണ്ട്? ഒരു ജ്യൂസ്, ഒരു ഫിഷ് ബിരിയാണി, ഒരു ഫിഷ് ഊണ്. അപ്പോൾ ഫിഷ് ഊണിന് 50 രൂപ, ബിരിയാണിക്ക് 80 രൂപ, ജ്യൂസിന് 70 രൂപ. പപ്പായ ജ്യൂസാണ്, സൂപ്പർ ജ്യൂസ് കേട്ടോ. അങ്ങനെ ഷിപ്പ് എടുക്കണം കാണാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. ഇവിടെ ആരുമില്ല. ഓട എവറസ്റ്റ് കയറിയൊക്കെ എത്തുമ്പോഴത്തേക്ക് ഷിപ്പ് എടുക്കുമല്ലോ. One eternity later. അങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഇവര് കപ്പൽ ഇറക്കാനുള്ള സംവിധാനമാണ്. അങ്ങനെ കപ്പൽ എടുക്കുകയാണ്. പതുക്കെ അനങ്ങി തുടങ്ങി. എവിടെ പോണേടാ? ദീപാവലി അല്ലടാ. ഇതാണ് കപ്പലിന്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മള് കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അടിപൊളി സൺസെറ്റാണ്. ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ, നല്ല നീലക്കടൽ നല്ല പതഞ്ഞു പോകുന്നത്. നമ്മൾ ഷിപ്പ് പോകുന്നതിനനുസരിച്ച് അത് വെള്ളം മാറി പോകുന്നതിനൊരു പതഞ്ഞു പോകുന്ന ഒരു വല്ലാത്തൊരു സീനറിയാണ്. ചുറ്റും നമ്മൾ മാത്രമേ ഉള്ളൂ. ഉൾക്കടലിൻ്റെ നടുക്കാണ്. നേരത്തെ നമ്മൾ പോയപ്പോഴത്തേക്ക് 2 മീൻപിടുത്തത്തിൻ്റെ ബോട്ടൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് പോകുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കടലിനെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തായാലും നമ്മൾ പോകുന്നൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്.
ഒരു നല്ല കാറ്റുണ്ട്, നല്ല കാറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൂടെന്ന് പറയുന്നത്. പിന്നെ കടലിപ്പോൾ ഭയങ്കര ശാന്തമാണ്, അതുകൊണ്ട് ബോട്ട് അധികം ലാഞ്ചാതിയൊക്കെയാണ് പോകുന്നത്. 18 മണിക്കൂറാണ് നമുക്ക് ട്രിപ്പ് വരുന്നത്. നമ്മളിന്ന് വൈകുന്നേരം, നമ്മളിപ്പോൾ രാവിലെ ബോർഡിങ് കഴിഞ്ഞു, ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബോർഡിങ് കഴിഞ്ഞ് കയറിയായിരുന്നു. ഒരു 3:30 കൂടി നമ്മുടെ ഷിപ്പ് എടുത്തു. നാളെ രാവിലെ 8 മണിക്ക് അവിടെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 18 മണിക്കൂറാണ് ആവറേജ് ടൈമിങ് പറയുന്നത്. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലോട്ട് എത്താറായിട്ടുണ്ട്. ഇതാണ് കടമറ്റം ദ്വീപ്. ഇത്രയും നീളമുള്ള ദ്വീപാണ്. ഇത്ര നീളമേ ഉള്ളൂ കടമറ്റം ദ്വീപ് എന്ന് പറയുന്നത്. അതായത് നീട്ടി വലിച്ച് നടന്നു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ. അവിടെ കാണുന്നതാണ് ഒരു അമിനി ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട്. അത് രണ്ടുമാണ് അടുത്തടുത്ത്. അമിനി ദ്വീപ് കുഞ്ഞു ദ്വീപാണ്, ഇത്രയേ ഉള്ളൂ. ഒരു 1/2 കിലോമീറ്റർ നീളമേ വരുള്ളൂ. ഇത് 2 കിലോമീറ്റർ വരുന്നു. കടമറ്റം ദ്വീപിലോട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടിലായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാനുള്ളത്. കുഞ്ഞു ബോട്ടുകൾ വരും. നമ്മളങ്ങനെ കപ്പലിൻ്റെ ഫ്രണ്ടിൽ കയറിയൊക്കെയാണ്. മുതലാളി ചങ്ക ചക ചക. ഇതാണ് കപ്പലിൻ്റെ ഫ്രണ്ട്. വലതുവശത്തുള്ള ടോൾ കോടി ഇറങ്ങേണ്ടതാണ്. ഇങ്ങനെയാണ് ബോട്ടിൽ വന്നടിക്കുന്നത്. വീണ്ടും വീണ്ടും ബോട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ചേർന്നാണ് ബോട്ട് കിടക്കുന്നത്. യാത്രക്കാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്. കഴിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീനിൽ നിന്നും 8:30 മുമ്പായി കഴിക്കേണ്ടതാണ്. എല്ലാവരും ഓരോ ബോട്ട് ഫുള്ളാവുന്നതിനനുസരിച്ചിട്ട് ഇറങ്ങുന്നുമുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാനുള്ള സമയമായി, അതുകൊണ്ട് നമ്മളും താഴോട്ട് പോവുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നമ്മൾ പോലീസ് എയ്ഡ് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചെക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കപ്പലങ്ങ് ദൂരെ കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ ടൈറ്റാനിയം ഫാക്ടറിയും മാങ്ങാത്തൊലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വെള്ള മണ്ണും നല്ല അടിപൊളി പച്ച കളർ പ്യുവർ വാട്ടറും. അതാണ് അന്തസ്. കൊച്ചു ഗ്രാമം. വേറെ ഒരു പ്ലാസ്റ്റിക്കോ, നമ്മുടെയൊക്കെ ബീച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കൊണ്ടിട്ട് ആൾക്കാർ ബീച്ചിലും പോയി കഴിച്ച് അവിടെയും വലിച്ചു വാരി എറിഞ്ഞ് ഒക്കെയാണ് ഇട്ടേക്കുന്നത്. ഇതൊന്ന് ഇറങ്ങുന്ന ഒരിതാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ലക്ഷദ്വീപ് രജിസ്ട്രേഷൻ വണ്ടി, ആട്ടോ. ഇതാണ് നമ്മുടെ ഷമീം ബ്രോ, നമ്മളെ ട്രിപ്പ് കൊണ്ടുവന്ന ആളാണ്. അങ്ങനെ നമ്മളെ ബാഗിൻ്റെ വലിയ പാട്ടൊക്കെ ഇട്ടുള്ളതെല്ലാം കയറ്റി ഷമീം ബ്രോ വീഡിയോ എടുക്കുന്നുണ്ട്. ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കളിക്കുന്നത്. അക്കൗണ്ടൻ്റ് ഓഫീസർ. എല്ലാം കോൺക്രീറ്റ് റോഡുകളാണ്, ടാറ് റോഡുകളൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഒരു കാറ് പോലും കണ്ടിട്ടില്ല. കാറ് ഉള്ളി ആട്ടോ ബൈക്ക് രണ്ടുമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഷമീം ബായിയുടെ ബാക്കിൽ നമ്മളും പോവുകയാണ്. നമ്മളൊരു ആട്ടോ ഉണ്ട്. ഇവിടെ എല്ലാവരും സംസാരം ഒരു പ്രത്യേകത. അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സ്ലാങ് വേറെ ഒരു സ്ലാങ്ങാണ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നോർമലായിട്ട് സംസാരിക്കും. ഇതാണ് നമ്മുടെ ഷമീം ബായി. ഷമീം കൽപ്പേനി എന്ന് പറയണം. ഷമീം കൽപ്പേനി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. വീടൊന്ന് കാണിച്ചു കൊടുത്ത്. അപ്പൊ അവരുടെ സൗകര്യം ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കുക. ഓക്കെ. അപ്പൊ ഫുഡൊക്കെ ഇവിടെ ഒരുമിച്ചാണോ എവിടെ പോയാണ് കഴിക്കുന്നത്? അപ്പുറത്തുള്ള വീട്ടിൽ വരും, ഒരുമിച്ച് വരും. എല്ലാം അടുത്തടുത്താണോ? അടുത്തടുത്ത് തന്നെ വരും. ഇത് നമ്മുടെ റൂം. ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് ഒഴിക്കുന്ന റൂം. ഫാന്, കൂളറ്, എല്ലാ AC, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാം. വേലിയിറക്കം, വേലി കയറ്റം നോക്കണം. സ്നോർക്കലിങ്, കയാക്കിങ് ഇതൊക്കെ നോക്കണമെങ്കിൽ വേലിയിറക്കം നോക്കണം. ശരി. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്, നമ്മുടെ നിരന്തര ഫാമിലി തന്നെയാണ്. സന അല്ലേ? സന എന്നാണ് പേര്. മോളെ പേര് ഇൻഷ. ഓക്കെ. മോൻ്റെ പേര് നിഹാൽ. കടൽ കാണിച്ചു കൊടുക്കുക. വീടിന്റെ തൊട്ടടുത്താണ് കടല്. നമ്മൾ വന്ന് ഇറങ്ങിയ ഭാഗമാണ് സംഭവം. അവിടെ വെള്ള മണലാണ്. ഇവിടെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരു നീല കളറ്, പച്ച ഷെയ്ഡ്, അങ്ങനെയെല്ലാം ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് രാവിലത്തെ ഒരു വ്യൂ തന്നെ നല്ല ഇതാണ്. നമ്മൾ വന്നിറങ്ങിയ ബോട്ട്, ഷിപ്പ് അവിടെ നിന്ന് എടുത്തിട്ടില്ല, അവിടെ തന്നെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ വ്യൂ. ഓഫ്, വേറെ വൈബ് സാധനം. കടലിലൊക്കെ ഇറങ്ങാം, തിരയില്ല, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സൈറ്റാണ്. ആൾക്കാർ ഇതേപോലെ കടലിലടിയുന്ന വിറവുകളൊക്കെ വെട്ടി ശേഖരിക്കുന്ന പരിപാടിയാണ്. എന്ത് വെള്ളം നോക്കണം, ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ പക്ക ക്രിസ്റ്റൽ ക്ലിയർ. എൻ്റെ അമ്മ ഇറങ്ങി കുളിക്കാൻ തോന്നുന്നു. പാമ്പില്ല, പട്ടിയില്ല, തേളില്ല, അങ്ങനത്തെ ഒരു നാടാണ്. പിന്നെ കോഴിയുണ്ട്, കുഞ്ഞി കോഴി.
ഇപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വേറെ ഒന്നും ആക്രമിക്കാനൊന്നും വരത്തില്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ കോഴി മുട്ടയിട്ട് അടയിരുന്ന് വിരിച്ച് കൊണ്ട് നടക്കുന്നു. എൻ്റെ പൊന്നു, വേറെ വൈബെന്ന് പറഞ്ഞാൽ വേറെ വൈബ്. നമ്മളെ വീട് അതാണ് കേട്ടോ, നമ്മളെ വീട് അതാണ്, നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കിയേ എന്ത് സൂപ്പറാണെന്ന്. അങ്ങനെ നമ്മൾ സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ അടുത്ത ബസ്സിലാണ് സ്നോർക്കലിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. ഈ സ്നോർക്കലിംഗ് എന്ന് പറയുന്നത് വായിക്കകത്ത് ഒരു പൈപ്പ് വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങണ പരിപാടിയാണെന്നാണ് പറയണത്. എന്തായാലും എന്താണ് കൊച്ചു കൂടെ തലയിൽ വയ്ക്കാനുള്ള കൂടെയാണ്. അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിൻ്റെ പ്ലേസിലെത്തിയിട്ടുണ്ട്. സ്കൂബ ലാക്ക് എന്നാണ് കടമറ്റത്ത് ലക്ഷദ്വീപിൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. ഈ കടമത്ത് തന്നെ 2 സ്കൂബ ഡൈവിംഗ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇതിപ്പോൾ എത്ര നേരം എടുക്കും ടൈം? ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ. അതിന് നേരെ ഫുഡിങ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ്, എന്നിട്ട് നമ്മൾ വൈകിട്ട് അടുത്ത ഫോട്ടോ സെക്ഷൻ. അവിടെ സാൻഡ് ബാഗ് ഉണ്ട് അറ്റത്ത്. ഈ സാൻഡ് ബാഗ് എന്താ സംഭവം? സാൻഡ് ബാഗ് ഫുള്ള് മണല്, വെള്ള മണല്, ചുറ്റും കടല്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ ഇത്? അവിടെ നിന്നാണ് പോകുന്നത്. അവിടെ സ്പോട്ട് ഉണ്ട് കാണിക്കാൻ, നമുക്ക് കോറൽസ് കാണാൻ പറ്റുന്ന സ്പോട്ട് ഉണ്ട്. അവർ കൊണ്ടുപോകാൻ കാണിച്ചു തരും. മോളിൽ കൂടി, കടലിന്റെ മോളിൽ കൂടി കാണിച്ചു തരും. സ്നോക്കിൾ വെച്ചിട്ടേ, ഗ്ലാസും സ്നോക്കിളും വെച്ചിട്ട് റോസ് പോലെ ഒരു സാധനം ഉണ്ട്, അത് വെച്ചിട്ട് കാണിച്ചു തരും. കടലിന്റെ മുകളിൽ കൂടി ജാക്കറ്റൊക്കെ ഉണ്ടാവും, സേഫ്റ്റി അവരുണ്ടാവും, കൂടെ ഉണ്ടാവും. അവർ കൊണ്ടുപോകും. പൊങ്ങി കിടക്കും. ജാക്കറ്റ് ഉണ്ടാക്കാൻ താഴോട്ട് പോകത്തില്ലല്ലോ, അവർ കാണിച്ചു തരും, ഫുള്ള് കാണിച്ചു തരും. എന്തിനാണ് പുറ്റിക്കല്ല, പവിഴപ്പുറ്റ്. പവിഴപ്പുറ്റ് നമ്മൾ കടലിൽ അടിപ്പ് എടുത്തോണ്ടുന്ന പവിഴപ്പുറ്റ്. പവിഴപ്പുറ്റ് ഇത് ഡെഡാണ്, പക്ഷെ ഇത് എടുക്കുന്ന ഇല്ലീഗലാണ്. പൊഴിഞ്ഞു പോയതാണ് നമ്മൾ എടുത്തത്. അതിൽ നിന്ന് വലിച്ച് പിടിച്ചെടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ അടിയിൽ പോയപ്പോഴത്തേക്കേ ഇതാണ് കണ്ടത് സിദ്ധൂട്ടാ. ഇതിങ്ങനെ തോനെ ഇങ്ങനെ പുറ്റായിട്ടിരിക്കും. അങ്ങനെ നീന്തൽ അറിയാത്ത ലാസ്റ്റ് അത് നീന്തിയൊക്കെ കണ്ടു. 0001 പൈസ കൊടുത്ത് വാങ്ങിച്ചാ 001 നമ്പർ പ്ലേറ്റ്. അങ്ങനെയല്ല, നമ്മളവിടേക്ക് ഈ നമ്പർ കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണം. കാച്ചുകൂട്ടാ അടുത്തെന്തിനാണ് സൈറ്റ് സീയിങ്ങിന് പോണാ? കാച്ചു സൂപ്പറായിട്ടുണ്ടല്ലോ സിത്തുകുട്ട. സിത്തുകുട്ട സൂപ്പറായില്ല. ഹായ്. കേറി കുട്ടാ, വാടാ, വാ നടന്നു പോവാ. കാസി എൻഡെന്ന് പറയുന്ന സ്ഥലം. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹെലിപാഡുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബീച്ചുണ്ട്. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സൈറ്റാണ്. അടിപൊളിയാണ്. കാച്ചോ കമാൺ. ഇതാണ് ഇവിടുത്തെ ഹെലിപാഡ്. എവിടെയാടാ? ഇവിടെ എന്തിനാണ്? സാധാരണ ലക്ഷദ്വീപ് വരുമ്പോൾ എല്ലാവരും അഗത്തി ആണ് പോണത്. അവിടെ ആക്ടിവിറ്റി കൂടുതലുണ്ടാണ്. ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ സാധാരണ ഈ ഷിപ്പുകൾ പറഞ്ഞാൽ ഏതൊക്കെ ദ്വീപുകളിലാണ്? ഷിപ്പ് എല്ലാ ദ്വീപിലോട്ടും ഷിപ്പ് ഉണ്ടാവും. 4 ഷിപ്പാണ് ഇപ്പൊ നിലവിലുള്ളത്. ഒരു ഷിപ്പ് ഡോക്കിലാണ് വലിയ, അതാണ് ഏറ്റവും വലിയ ഷിപ്പ്. അത് ടൂറിസ്റ്റിനൊക്കെ കൊണ്ടുവരുന്ന ആ ഷിപ്പാണ് കവരത്തി കപ്പലെന്ന് പറയും. 4 ഷിപ്പ് ഉണ്ടല്ലോ, 10 ദ്വീപുണ്ട്. എല്ലാ ദ്വീപിലോട്ടും ഷെഡ്യൂൾ ഉണ്ടാകും, പ്രോഗ്രാം ഉണ്ടാകും. അനുസരിച്ച് കുറച്ചുകൂടി വലിയ നാടാണ് ഈ കടമത്ത്, അഗത്തി, കവരത്തി, മിനിക്കോയി, കൽപ്പേനി. ചെറിയ ദ്വീപൊക്കെ ഉണ്ട്, ചേത്തലാം, കുൽത്താൻ, ബിത്ര, അമിനി, ഇതൊക്കെ ചെറിയ ദ്വീപാണ്. അഗത്തിയിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കൂടുതലുണ്ട്. അതായത് ഫ്ലൈറ്റുകൾ ഡെയിലി വരുന്നതല്ലേ അവിടെ അതാണ് അവിടെ കൂടുതലും ഡെവലപ്പ് ആയിക്കൊണ്ട്. പിന്നെ അടുത്ത് ബംഗാരം ദ്വീപുണ്ട്, ബംഗാരം തിണ്ണാര, അത് ടൂറിസ്റ്റ് പ്ലേസാണ്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർ അങ്ങോട്ട് പോകുന്നത്. എല്ലാം ഏകദേശം എല്ലാം ഉണ്ട് അവിടെ. അവിടെ ഇല്ലാത്തതായിട്ട് എല്ലാം ഉണ്ട്. അവിടെ ഒരു പീസ് നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അത്ര പേരുണ്ട് അവിടെ. നാട്ടിലെ അനുസരിച്ച് കൂടുതലും പുറത്തുനിന്നുള്ളവരാണ് കൂടുതലുള്ളത് അവിടെ. അഗത്തിയിൽ മാത്രമാണ് ഇപ്പൊ ലിമിറ്റ് ഉള്ളത്, ബാക്കി ദ്വീപില് ലിമിറ്റ് ഇല്ല. ഏറ്റവും നീളം കൂടിയ ദ്വീപ് മിനിക്കോയാ. ഭരിക്കുന്ന ഇവിടെ കോൺഗ്രസ്, പാർലമെന്റ് മെമ്പർ ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ലക്ഷദ്വീപിൻ്റെ 2ാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. ലക്ഷദ്വീപിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. സർക്കാരിൻ്റെ പാക്കേജുണ്ട്, സമുദ്രം പാക്കേജുണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിൽ പോലും ഓരോ ദിവസം ഓരോ ദ്വീപിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചിട്ട് തിരിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഷിപ്പിൽ കൊണ്ടുപോകും. അതാണ് സമുദ്രം പാക്കേജിൻ്റെ ഒരു രീതി. നമ്മൾ ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീടുകളിൽ ഇങ്ങനെ കയറി അവരുമായിട്ടൊന്ന് ഇടപെട്ട്
അവരുടെ സംസ്കാരങ്ങളും അവരുടെ ഫുഡും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ലക്ഷദ്വീപിൻ്റെ ഒരു ഫുൾ ഫിൽ നമുക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്റ്റേ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു വീട്ടിൽ ഈ ഒരു പരിസരത്താണ് നമ്മളൊന്ന് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുമായിട്ടും ഇവിടുത്തെ ആടും കോഴിയും ഇവിടുത്തെ ഫുഡ്, പ്രധാനമായിട്ടും ഇവിടുത്തെ ഫുഡാണ് മെയിനായിട്ടുള്ള മീൻ വിഭവങ്ങൾ തന്നെയാണ്. സാധാ ചോറ്, ഒരു മുരിങ്ങയ്ക്ക കറി, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് സ്ഥിരം കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇത് വന്ന് കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. ഇവിടുത്തെ നാട്ടുകാരനായിട്ട് കടമത്ത് നാട്ടുകാരനായിട്ടുള്ള ഷെഫീഖിൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഇന്നലത്തെ രാത്രി ഇവിടെ നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. രാത്രി നമ്മൾ ഒരുപാട് നേരം നമ്മൾ ഈ ബീച്ചിൻ്റെ കരയിലിരുന്നു. ഇവിടെ ആ ബീച്ചിലൊക്കെ പായൊക്കെ വിരിച്ചിരുന്നാണ് നല്ല ഫുഡൊക്കെ കഴിച്ചത്. ശരി, ഇതാണ് ഷെഫീഖിൻ്റെ വീട്, നമ്മൾ പറഞ്ഞ ഷെഫീഖിൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷത്തിലോട്ട് പോകാം. നമ്മൾ ഇവിടെ അട എന്ന് പറയുന്ന ഒരു ഇതാണ് വെച്ചത്. നമ്മുടെ നാട്ടിൽ പത്തിരി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ അടയും ഉരുളക്കിഴങ്ങ് കറി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിൻ്റെ കൂടെ പൊരിച്ച മീനും കാലിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാ വീടുകളിലും സോളാർ വെച്ചിട്ടുണ്ട്. ഈ ദ്വീപിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജനറേറ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഒരു ദിവസം മുമ്പ് 30 ബാരൽ ഡീസലൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പം എല്ലാവരും സോളാർ വെച്ചു. ഇവിടുത്തെ സ്ഥിരം സോളാർ ടീം എന്ന് പറഞ്ഞാൽ മൂപ്പൻസ് സോളാറാണ്. അതിനുശേഷം ഡീസലിൻ്റെ ചിലവെന്ന് പറയുന്നത് 7 ബാരലിലേക്ക് ചുരുങ്ങി എന്നാണ് പറയണത്. ഇതാണ് ഇവിടത്തേക്ക് വീട്, ഓടിട്ട വീടാണ്. ഫുള്ള് തെങ്ങിൻ്റെ തണലാണ്. ഇത് എന്തുമാത്രം തെങ്ങാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ്. പക്ഷേ മിക്കുള്ള തെങ്ങിൻ്റെ വണ്ടിയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഒരു തെങ്ങിന് വേണ്ടിയിട്ട് പണിയൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കും. പിന്നെ അവരുടെ പ്രധാന ഇത് മീൻപിടുത്തമാണ്. പിന്നെ ഉള്ള എല്ലാം ഗവൺമെൻറ് ജോലിയും ഷിപ്പിലുമാണ് എല്ലാവരുടെയും ജോലി. പിന്നെ ബാക്കിയുള്ളവർ വിദേശത്ത്, കേരളം. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടിയിലോട്ട് കയറിയായി. വെൽക്കം ടു മക്കായി ബീച്ച്, ലക്ഷദ്വീപ്. അങ്ങനെ ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് എല്ലാം ഇനി ബാക്കിയുള്ള ഫോട്ടോകളിലായിട്ട് കാണാം. അങ്ങനെ നമ്മളിന്ന് ഇവിടെ മക്കായി ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ ഒരു മീൻ പിടുത്തക്കാരനെ കണ്ടായിരുന്നു. ഇപ്പം മീൻ പിടിക്കുകയാണ്. അയലല്ലേ? ഇവിടെ മറ്റേ മുള്ളിൻ്റെ സംഭവമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ബീച്ചാക്കിയതിന് ശേഷമാണ് അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു ബീച്ചാക്കി ഇവിടെ ഇങ്ങനത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്തത്. കൊച്ചു ബീച്ചാണ് കേട്ടോ. അധികം അങ്ങനെ ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് തന്നെ ആ പീസ് നഷ്ടപ്പെട്ടിട്ടില്ല. സാധാരണ എല്ലാവരും മറ്റേ അകത്തി ദ്വീപിലൊക്കെ വരുമ്പോൾ ഭയങ്കര തിരക്കും, അവിടെയൊക്കെ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആക്ടിവിറ്റീസിനൊക്കെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. അങ്ങനെ നമ്മൾ വീണ്ടും ഇന്നലെ സ്നോർക്കലിങ്ങിന് വന്ന സ്ഥലത്ത് തന്നെ സ്കൂബ ഡൈവിങ്ങിന് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നലെ പോയതിനൊക്കെ തന്നെയാണ്. ബോട്ടിൽ പോകുന്നു, സ്കൂബ ഡൈവിങ്ങിൻ്റെ സംഭവങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ല, ഇത് മരിച്ചു പോയാലും വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാൽ അവർക്ക് പ്രശ്നമില്ല എന്നുള്ള കാര്യമാണ്. വായിച്ചു നോക്ക്, ഇത് ബാക്കിൽ എഴുത്. വായിര്. I, Larsim sir, participant hereby affirm that we are aware of and understand there are inherent hazards associated with scuba diving. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഉത്തരവാദിയല്ല. സ്കൂബ ഡൈവിങ്ങിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ. എൻ്റെ പേര് ഷംസുദ്ദീൻ, ഡൈവ് ഇൻസ്ട്രക്ടറാണ്. ഓക്കെ, എന്നോടൊപ്പം 3 ഡൈവ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് 3 പേർക്ക് പോവാം. ഒരാൾ വീഡിയോ എടുക്കാനുണ്ടാവും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇവിടെ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യും. ഇത്രയും വെള്ളത്തിൽ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇട്ട് വെള്ളത്തിൽ നോക്കിയിട്ട് ബ്രീത്ത് ചെയ്യും. ബ്രീത്തിങ് റെഡി ആയതിനു ശേഷമാണ് നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ ഡൈവ് സൈറ്റിലേക്ക് പോകണം. ഞങ്ങൾ ഒരാൾ കൂടെ ഉണ്ടാവും, ഫുൾ ടൈം നിങ്ങളെ പിടിച്ചുകൊണ്ടാവും, ഇവിടെ ടാങ്ക് പിടിച്ചുകൊണ്ടാവും. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളെ തനിയെ വിട്ട് നിങ്ങൾ സിംഗിളായിട്ടുള്ള വീഡിയോസ് ഇട്ട് കംഫർട്ടബിൾ ആണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാവും. നോക്കിയാൽ ഞാൻ ഈ ഫീൽഡിൽ 32 വർഷമായി വർക്കാണ്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ കംഫർട്ടബിൾ ആണ്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇറങ്ങിയ ഉടനെ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യുന്നത് വായിൽ കൂടി ശ്വാസം എടുത്ത് വായിൽ കൂടി തന്നെ വിടുക. നിങ്ങൾ സ്നോർക്കലിംഗ് ചെയ്തില്ലേ, അത് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇത് വെച്ചാണ് നമ്മൾ ബ്രീത്ത് ചെയ്യണത്. നമുക്ക് എത്ര വേണ്ട അത്ര വലിക്കുക, എന്നിട്ട് ഇതിനകത്തേക്ക് ഒന്ന് തിരിച്ചു വിടുക. വിടുമ്പോൾ എയർ ബബിൾസ് ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, വെള്ളത്തിനടിയിൽ നമ്മൾ വിടുന്ന ബബിൾസിൻ്റെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കും, വേറെ സൗണ്ട് കേൾക്കും. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് മാക്സിമം 3.5-4 മീറ്റർ ഡെപ്ത് ഉണ്ടാവും മാക്സിമം. അപ്പോൾ ഈ ഡെപ്തിൽ നമുക്ക് വിത്തിൻ സെക്കൻഡ് നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റും, വിത്തിൻ സെക്കൻഡ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളത്തിനടിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ, സിഗ്നൽസാണ്. ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കുക, സംതിങ് ഇസ് റോങ്. മുകളിലേക്ക് വരണമെങ്കിൽ കാണിക്കുക. വിത്തിൻ സെക്കൻഡ് നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റും. ഓക്കെ, സംതിങ് ഇസ് റോങ്, അപ്പ്. നിങ്ങൾ ആരും സ്വിം ചെയ്യണ്ട,
അറിയുന്നവരും അറിയാത്തവരും ആരും സ്വിം ചെയ്യണ്ട. ഞങ്ങൾ സ്വിം ചെയ്ത് കൊണ്ടുപോയിക്കോളും. കാരണം നിങ്ങളെ സൈഡിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും, ഇങ്ങനെ പിടിച്ചോണ്ടാവും. അപ്പോൾ നിങ്ങൾ സ്വിം ചെയ്യുമ്പോൾ നിങ്ങളെ ഈ കൈ പറഞ്ഞാൽ ഞങ്ങളെ ഫേസിലേക്കാണ്. ഞങ്ങൾ മാസ്ക് വെച്ചിട്ടാണ് മൗത്ത് പീസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ കൈ പറഞ്ഞാൽ ഞങ്ങളെ ഫേസിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കുന്നത്. നിങ്ങൾ കിടന്നാൽ മതി, അവിടെ ബ്രീത്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ചെയ്യുക. അവിടെ ഇഷ്ടംപോലെ മീനുണ്ട്, കോറൽസ് ഉണ്ട്, സീ അനിമലുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഓക്കെ, കോറൽസ് മാക്സിമം പിടിക്കണ്ട, പൊട്ടിക്കണ്ട. ഇഷ്ടംപോലെ കോറൽസ് ഉണ്ട്, ടച്ച് ചെയ്യാം, പൊട്ടിക്കണ്ട കേട്ടോ. അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും കാണിച്ചിരിക്കും മാക്സിമം. അതെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അതിനകത്തുള്ള അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഹലോ ഗെയ്സ്, അങ്ങനെ നമുക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട്, ഒരു ഡിയോ. നമ്മൾ പെട്രോൾ വേറൊരു വണ്ടി കൂടെ ഉണ്ട്. അപ്പം അതിൽ പെട്രോളില്ല. പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ദ്വീപ് മൊത്തം ചുറ്റിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പെട്രോള് ജംഗ്ഷനിലുണ്ടെന്നാണ് പറഞ്ഞത്, തെക്കോട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ലൊരു വിധേന ഒപ്പിച്ച് അങ്ങനെ ഇത് വെച്ച് വണ്ടിയുടെ പെട്രോൾ 1/2 മണിക്കൂർ പെട്രോളൊക്കെ കിട്ടുന്നുള്ള വില. മാടമ്പള്ളി സ്റ്റോഴ്സ്. നീ അതിൽ പോയപ്പോ ഇങ്ങനെ നടന്ന ഒരു സാധനം കണ്ടായിരുന്നാ? നമ്മളിങ്ങനെ ആക്കുമ്പോ ചുരുങ്ങണതോ? ആ, അത് കണ്ടാ? ഒരു ബ്ലൂ വയലറ്റ് കളർ നമ്മളിങ്ങനെ ആക്കുമ്പോ ചുരുങ്ങണത്. കാലില് ഇടയ്ക്കിടയ്ക്ക് തട്ടും ഇരിക്കാൻ വേണ്ടിട്ട്. മറ്റേ ചാള അള്ളി എനിക്ക് പേടി. ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പറയാം ഇത് മറ്റേ ലഗൂൺ അല്ല, ഇത് കടലാണ്. ശാന്തമായി കിടക്കുന്ന സ്ഥലത്തിനെയാണ് ലഗൂൺ എന്ന് പറയുന്നത്. അതിനെയാണ് ലഗൂൺ എന്ന് പറയുന്നത്. ബാക്കി ആഴം കൂടിപ്പോണ സ്ഥലങ്ങളാണ് കടലായിട്ട് വരുന്നത്. അവിടെയാണ് തിര അടിക്കുന്നത്. ഈ ലഗൂണുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ കടൽപ്പുറ്റ്, പവിഴപ്പുറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ. അതാണ് ഈ വേലി ഇറങ്ങി കിടക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ തിരയൊന്നും വരാത്തതുകൊണ്ട് ഇതിനൊന്നും നാശനഷ്ടം സംഭവിക്കില്ല. അപ്പോൾ അവിടെ മാത്രം സ്പെഷ്യൽ കുറേ കളർഫുൾ ആയിട്ടുള്ള മീനുകളൊക്കെ വന്ന് ഇതിൻ്റെ ഇടയിൽ കയറി ഇരിക്കണമുണ്ട്. വലിയ മീനൊക്കെ ഒന്നും ഇതിനെ ആക്രമിക്കാനും പറ്റില്ല. പക്ഷേ ഈ പൊട്ട മീനുകളൊക്കെ നമ്മൾ പോയി ചെന്നിട്ട് ഒരു ഇതൊന്നും പോകണില്ല. അങ്ങോട്ട് പോവാം, ഇത് റെഡിയായി കാണും. ബാ പറയട്ടെ, മൊത്തം 6 കോഫി, ഒരു ചായ, 14 പൊറോട്ട, 6 പൊരിച്ച മീൻ, പിന്നെ 12 കടി, 510. ഓക്കെ, അങ്ങനെ ചെറിയ തോണിയിൽ ഹണ്ടിങ്ങിന് പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിനുള്ള ബോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ചാളയാണോ പിടിക്കണേ? ചെറിയ മീനില്ലേ, അതിനെ പിടിക്കും ഫസ്റ്റ്. എന്നിട്ട് ചൂടയിൽ കൊളുത്തിട്ട് ഇങ്ങനെ എറിയും. അപ്പൊ ഈ ചൂര വന്ന് കൊത്തും, വലിക്കും, ഒറ്റ വെറും ചൂണ്ടൽ കൊണ്ട് മാത്രം ചൂരനെ പിടിക്കാൻ വരും. അതാണ് നമ്മൾ താമസിക്കുന്ന വീട്. ഇത് നമ്മൾ കുറച്ച് അഭയാർത്ഥികൾ ബോട്ടിൽ കയറിയിട്ടുണ്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അടുത്ത ഒരു ലാസ്റ്റ് ടീം വെള്ളമൊക്കെ തുഴഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗെയ്സ് രണ്ടെണ്ണം ചാടിയാ. ഒരാൾ ചാടി, അപ്പുറത്തേക്കോ ഒരാൾ ചാടി, വെട്ടമില്ല. അതുകൊണ്ട് അവിടെ പോയി പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ആ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും എവിടേക്ക് ഉണ്ടെന്ന് ടോർച്ചടിച്ച് നോക്കിയിട്ടാണ് ചാടുന്നത്. ഇവിടെ അത് ഡയറക്ഷൻ നോക്കി പറഞ്ഞു കൊടുക്കും. നമുക്ക് ആ ഓരോ വെട്ടം കാണുന്നതും മീൻ പിടിക്കാനായിട്ട് ചാടിയിരിക്കുന്ന ആൾക്കാരാണ്. മൊത്തം 3 പേര് ചാടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ദീപത്യാഗം ചെയ്ത ഫസ്റ്റ് മീനാണ്.
ഫ്രഷ് ഫിഷ്. ഇതൊരു 5 കിലോ വരും. ഇതാണോ നീ ബാക്കിലുള്ളത്? അങ്ങനെ നമ്മൾ മീനിന്റെ റെഡിയാക്കി തൊലിയൊക്കെ ഉരിച്ച് സൂപ്പറാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് മസാല ലാസ്റ്റാണ് തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അതിലിരിക്കണ സാധനം കഴിക്കണം. തൊലി മജ. അങ്ങനെ ചുട്ട മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവനൊക്കെ ഉറക്കി ഇനി രാത്രി ബാക്കി പൊരിച്ച് തട്ടാം. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ 3-ാം ദിവസം നമ്മൾ രാവിലെ ഇറങ്ങിയാണ്. ഇവിടെ പച്ച മീനിനേക്കാളും ഭയങ്കര ഡിമാൻഡാണ് ഉണക്കമീൻ. ഒരു ഉണക്കമീൻ ഉണക്കായിടുന്ന സംവിധാനമാണ്. പക്ഷേ ഞാനെന്തായാലും കഴിച്ചിട്ട് എനിക്ക് ഉണക്കമീൻ സൂപ്പറായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ കിലോ 350 രൂപ എന്നാണ് പറയുന്നത്. സാധാ പച്ചമീനാണെങ്കിൽ 100 രൂപയും ഉണക്കമീൻ 350 രൂപയാണ്. അത്യാവശ്യം നല്ല വലിയ മീനുകളെല്ലാം ഇതേപോലെ ഉണക്കരണ്ടിയും പിന്നെ നമ്മുടെ ഹമൂറും അങ്ങനെയുള്ള എല്ലാ മീനും ഇതേപോലെ ഇങ്ങനെ ഉണക്കിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇവർക്ക് കറികളിലെല്ലാം ഇവർക്ക് പ്രിയം ഉണക്കമീനാണ്. നല്ലൊരു വിഷ്വലാണ്. സാധാരണ നമ്മളെ ബീച്ച് സൈഡ് ആൾക്കാർ താമസിക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ്. പക്ഷെ കുറെ കൂടെ വൈബും ഉണ്ട്, നീറ്റ്നെസ്സും ഉണ്ട്. ഇതിട്ടാണ് ഇന്നലെ മീനെ പിടിച്ചത്. രാത്രി ആയതുകൊണ്ട് കറക്റ്റ് വീഡിയോ കിട്ടിയില്ല. ഇന്നലെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ചുട്ട് കഴിച്ചത്. മീനിൻ്റെ മുള്ളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇന്നലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ മീൻ കറി കഴിഞ്ഞിട്ട് സിത്തുകൂട്ടൻ അത് ദയിപ്പിക്കാൻ കയറുകയാണ്. നീ എവിടെ കയറി പോടാ തന്നെ? നമ്മളങ്ങനെ അമിനി ദ്വീപിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ സ്ഥലത്ത് തന്നെയാണ്. ഷെഫീഖ് അവിടെ നിന്ന് ദൂരെ നിന്ന് വരുന്നുണ്ട്. സാധാ ബോട്ടിലാണ് നമ്മൾ അപ്പുറത്ത് അമിനി ദ്വീപിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് 3/4 മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ അമിനി ദ്വീപിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വെൽക്കം ടു അമിനി ദ്വീപ്. എല്ലാ ദ്വീപും ഒരേപോലെ തന്നെയാണ്. ഒരുപാട് തെങ്ങും ചേമ്പും വാഴയെല്ലാം ഒക്കെ ഉണ്ട്. ഇത് നമ്മളവിടുന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് 2 വണ്ടി എടുത്തിട്ട് ഈ വണ്ടിയിലാണ് നമ്മൾ. ഇവിടെയാണ് പണ്ട് കാലങ്ങളിൽ ഷിപ്പൊക്കെ വരുമ്പോഴത്തേക്ക് ഇറക്കിക്കൊണ്ടിരുന്നത്. ഈ ഭാഗത്താണ്. ഇപ്പം മാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പാമ്പും പള്ളി എന്നറിയപ്പെടുന്നത്. അപ്പം പണ്ട് ഇവിടെ ആരെയും ബ്രിട്ടീഷുകാരെയൊക്കെ പാമ്പിൻ്റെ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് പറയണത്. അതിൻ്റെ സംഭവം ഞാൻ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞുതരാം. 1849 ഇവിടെ ബ്രിട്ടീഷുകാരുടെ കോളനി വാഴ്ചയ്ക്കെതിരെ ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ വന്ന ബ്രിട്ടീഷുകാരുടെ കറാപ്പുറപ്പ് കാണിച്ചവന്മാരെല്ലാവരെയും കൂടെ പാമ്പിൻ്റെ വിഷം കൊടുത്ത് ഒന്ന് കുഴിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെയാണ് ഈ പാമ്പും പള്ളി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു അമിനി ദ്വീപിൻ്റെ ഒരു വീടാണ്. ലാൻഡ്സ്കേപ്പിംഗ് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെമ്പകം, പപ്പയ്ക്ക, തെറ്റി, പിന്നെ നമ്മളെ സോങ് ഓഫ് ജമൈക്ക. ഇവിടെ അത്യാവശ്യം എല്ലാ ചെടികളും വളരുന്നുണ്ട്. കരിവേപ്പില അങ്ങനെയുള്ള സംഭവമൊക്കെ. അസ്സലാമു അലൈക്കും. ദ്വീപിലുള്ള മൊത്തമുള്ളൊരു കാഴ്ചയാണ്. കൊച്ചുകുട്ടികളും സ്ത്രീകളും എല്ലാവരും വന്ന് ബീച്ചിലിരുന്ന് കൂട്ടം കൂടി ഇരുന്ന് കാര്യം പറയുന്നത്. അങ്ങനെ നമ്മളൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. മുമ്മാമ്പേനി ഇത്തോട്ടെ ഭയങ്കര ഹാപ്പിയാണ് ഈ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടിയതിൽ. അപ്പോൾ അങ്ങനെ നമ്മളെ യാത്ര കഴിഞ്ഞ് അമിനി ദ്വീപിലെ യാത്ര കഴിഞ്ഞ് അവിടുത്തെ ജ്യൂസ് കൂടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ വന്ന അതേ ബോട്ടിൽ തന്നെ കയറാനുള്ള സിസ്റ്റമാണ് നോക്കുന്നത്. അങ്ങനെ ഷെഫീഖ് ഇവിടെ ഒരു കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ കല്യാണം. വീഡിയോക്ക് കുഴപ്പമുണ്ടോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ പന്തല് കാര്യങ്ങൾ. ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഒരു പാട്ട് സെറ്റപ്പ്. ഇപ്പം നമ്മളെ പഴയ കല്യാണ വീടുകളിലെ സെറ്റപ്പ് കണക്കാണ്. കല്യാണം എത്ര ദിവസമായിട്ടാണ്? കല്യാണം ഒരാഴ്ച ഒക്കെ ഉണ്ടാവും. ഇതാണ് ഷെഫ്, മെയിൻ ഷെഫ്. നമുക്ക് അവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്, മെമ്മറീസ് കാറ്ററിംഗ്. ഷെഫ് മാത്രമല്ല, അവിടുത്തെ കോളേജിലെ കുട്ടികൾക്ക് ജീവനായ ഏത് വിളിച്ചാലും വന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാത്തിന്റെ കാര്യം ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് മാറിയതാണ്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ടേബിൾ അറേഞ്ച് ചെയ്ത് ഇടുന്നതാണ്, നമുക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാനും ഷെഫിക്കും നമ്മുടെ വയനാട് തിക്കായി മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫാമിലി കൂടെ കൂട്ടിയിട്ട് അവർ വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും കൂടെ പോയിട്ട് വന്നതാണ്.
ഇക്ക എങ്ങനെയുണ്ട്? സൂപ്പർ. നസി എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇറങ്ങിയായി. എല്ലാവരും ഒരു യാത്ര ചോദിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങിയോട്ടെ. നാളെ നമ്മൾ പോവാ. ശരി ഇക്ക പോവാണ്. ശരി. ആട്ടോയെ ഓട്ടിച്ചു. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ വന്നിട്ട് ആട്ടോയെ ഓട്ടിച്ച് പോവുകയാണ്. ഒരു കല്യാണം കൂടിയിട്ട് നമ്മൾ ലാസ്റ്റത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇന്നലെ കല്യാണ ബിരിയാണി കഴിച്ചാൽ എടുത്തു. പിന്നെ അന്ന് ഇവിടെ തന്നെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ താമസ വീട്. യാത്ര പറയുകയാണ്. അങ്ങനെ നമ്മളെ ലക്ഷദ്വീപ് കടമത്ത് ബീച്ചിൽ നിന്ന് കടമത്ത് ദ്വീപിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇല്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ചെറിയ ബോട്ടിൽ കയറി വെസലെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല. ആ വെസലിനകത്ത് പോയിട്ട് ഇവിടെ നിന്ന് വേറെ കിൽത്തൻ എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഷിപ്പ്. അപ്പം ഇവിടെ നിന്ന് കിൽത്തൻ ദ്വീപിലേക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്ര ഉണ്ട്. അസ്സലാമു അലൈക്കും. പുള്ളിക്കാരനാണ് നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടൊക്കെ കൊണ്ടുവന്ന ആൾ. അപ്പോൾ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി കാണാം. ശരി. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. എല്ലാവരും ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ സാധാ ബോട്ടിൽ അവിടെ ഒരു വെസൽ കിടപ്പുണ്ട്. ആ വെസലിലാണ് നമ്മൾ പോകുന്നത്. കടമത്തിനോട് വിട പറയുന്നതാണ്. കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതാണ് സ്ട്രീറ്റ് വെസൽ. ഇതാണ് ഇതിൻ്റെ അകത്തോട്ടുള്ള വ്യൂ. വോമിറ്റിംഗ് ബാഗ് സംഭവങ്ങളല്ലാണ്ട് താഴെ ആരോ ഫാവിരിച്ച് കിടക്കുന്നുണ്ട്. ഷഫീഖ് ബ്രോ. അപ്പോൾ ശരി ബ്രോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളെ പിള്ളേർ വിളിക്കും. അപ്പോൾ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ ഷഫീഖ് കടമത്ത്. അപ്പോൾ ഷഫീഖ് കടമത്ത്, താങ്ക്സ് ഫോർ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇൻ ലക്ഷദ്വീപ് കടമത്ത്. നമ്മൾ ആ ട്രിപ്പ് അഡ്വൈസറായിട്ട് കൂടെ 3 ദിവസവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് താങ്ക്സ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓട്ടോറിക്ഷ, ബൈക്ക്, സകലതും തന്ന് സഹായിച്ച പുള്ളിയാണ്. ഒരിക്കലും മറക്കൂല. അപ്പോൾ നീ തിരുവനന്തപുരത്തോട്ടൊക്കെ വരാൻ പോകുന്ന വിളിക്കും. അയക്കാം. ഇതിന് വല്ല വണ്ടർലാൻഡ് ട്രിപ്പ് കണക്കുണ്ട്. ഓരോ തിര വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊങ്ങി താന്ന് ആണ് പോകുന്നത്. ശാസ്ത്രമായിട്ട് കണ്ണടച്ച് കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ CID മ്യൂസിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് സിത്തക്കുട്ടനും കാച്ചക്കുട്ടനും ലാസ്യമായാലും എല്ലാം വാളോട് വാളായിരുന്നു. ഏറെക്കുറെ എല്ലാ ആൾക്കാരും ബസ്സിൽ കയറിയ ഏറെക്കുറെ എല്ലാ ആൾക്കാർക്കും ഒരു കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉഷാറാണ്. വാളം പരിചയമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. സിത്തക്കുട്ടൻ എന്താ ഇവിടെ കിടക്കണം, ചാള വെട്ടിയിട്ട് കിടക്ക്. അങ്ങനെ എല്ലാവരും തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി നോർമൽ ഷിപ്പ് ബോട്ടിൽ കയറുക. നേരെ കൽത്താനിലോട്ട് പോകണം. കൽത്താനിൽ പോയിട്ട് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് അവിടെ അടുത്ത ഇതിലോട്ട് പോകാൻ പറ്റുള്ളൂ. വല്ലാത്ത ദുർഘടം പിടിച്ച യാത്രയാണ്. ഒരുപാട് വന്നു എല്ലാവരുടെയും. അവരെ ടീമൊക്കെ ജന്മത്തിൽ ലക്ഷദ്വീപ് വരില്ല, അതാണ് പറയണത്. ഫ്ലൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാതെ വരികയാണെങ്കിൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. വരുന്നവർ ശ്രദ്ധിക്കുക. മാക്സിമം ഫ്ലൈറ്റിലൊക്കെ വന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫാമിലിയായിട്ട് വന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒറ്റയ്ക്കൊക്കെ വരുന്നവർക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. ഇതും അമിനി പോലൊരു കൊച്ചു ദ്വീപാണ്. ഇവിടുത്തെ പോലീസുകാരാണ്. ഇവിടെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ദ്വീപാണ്. നോർമൽ എല്ലാ ദ്വീപുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഹോട്ടലുണ്ട്. നമ്മളൊരു സോഡ, ലൈമും റവൽ മിൽക്കും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കപ്പലിലേക്ക് കയറാനുള്ള എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചിയിലെ ഷിപ്പ് കഴിഞ്ഞ് നമ്മളെ സാധനങ്ങളും ബാഗുകളൊക്കെ ആയിട്ട് നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് നമ്മളെ സ്കാനിങ് സെൻ്ററിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ ആട്ടോ ചെയ്യുന്നു. നമ്മളെ കാറിലേക്ക് സാധനങ്ങൾ കയറ്റുകയാണ്.